നടത്തുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വാക്ക് പറയേണ്ടത് എനിക്ക് അത്യാവശ്യമാണ്. മോളെക്കുറിച്ചും പറയാം കേട്ടോ. അവൾ വന്നപ്പോഴേ ഞാൻ വളരെ ശ്രദ്ധിച്ചു, വളരെ ചിരിച്ചുകൊണ്ടാണ് വന്നത്. ഈ ചിരി എന്ന് നിൽക്കാൻ ഇടയാക്കി മാറാറുണ്ട്. അനുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എരമത്തൂർ സഭയിൽ അനുഗ്രഹപ്പെട്ട കുഞ്ഞാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ആരാധിക്കുന്നത് ഷാർജയിലുള്ള മഹനീയം എന്ന ചർച്ചിലാണ്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ പഴയ ആളാണ് അദ്ദേഹം, ബിജു സിമത്തായി മാത്യു. ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം എന്നോട് പ്രത്യേകമായ വിവരം അറിയിച്ചു. അച്ഛൻ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ആശംസ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും ഈ വാസുവിനെ സംബന്ധിക്കാനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തൻ്റെ മകൻ്റെ പിതാവ് ദൈവസന്നിധി ചേർക്കപ്പെട്ടെങ്കിലും മാതാവ് ഇവിടെ ഉള്ളതിനായി സഹോദരിമാരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവ് മരിച്ച സമയത്തൊക്കെ ഞാൻ അതിന് പോയി സംബന്ധിപ്പാൻ ദൈവം ഇടയാക്കാനായി ദൈവത്തെ മൗത്തിരിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട മോനാണ്. ആ മോനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത മോളെക്കുറിച്ച് കർത്താൻ്റെ ദാസൻ ഓർപ്പിച്ചല്ലോ, അതുകൊണ്ട് അധികം പറയാനില്ല. നല്ലൊരു കുഞ്ഞാണ്. കർത്താൻ്റെ ദാസൻ പറഞ്ഞു, അവർ വിസിറ്റിംഗ് ചെല്ലുമ്പോൾ എന്തോ കൊടുക്കണോ, എന്തോ ചെയ്യണം, എല്ലാം കൊടുക്കുന്നു. ഇനിയിപ്പം എരമത്തൂരിലെ സഭയിലെ പാർശ്വമാണ് സാക്ഷ്യം പറയാൻ. ഞങ്ങൾക്ക് ഏഴംകുളത്തൊരു സഭയുണ്ട്, വലിയ സഭയാണ്. അവിടെ കൈനങ്കരിയിൽ നിന്ന് വന്ന് താമസിക്കുന്ന കുടുംബമുണ്ട്, വലിയ കുടുംബമാണ്. അവിടെ ഒരു മകളുണ്ട്, അവിടെ പേര് കൃപയെന്നാണ്. ഞാനൊക്കെ അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ചെല്ലുന്ന സമയത്ത് ചോദിക്കും, അന്ന് ഇതുപോലെ കാറും ബൈക്കും ഒന്നും ഇല്ലാത്ത ബസ്സിനാണ് പോകുന്നത്. ഇപ്പോഴാണ് ഇതൊക്കെ ഉള്ളത്. അവിടെ ചെന്ന് കയറുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും മോള്, അപ്പച്ചാ ചൂട് വേണോ തണുപ്പ് വേണോ? ചൂട് വേണോ? ഞാൻ രണ്ടിലായി ഞെരുങ്ങുന്നു. ഞാൻ മോളെ തണുപ്പ് തന്നെ മതി. അപ്പോൾ അവിടെ കറക്റ്റ് നാരങ്ങ വെള്ളം എടുത്തുകൊണ്ട് വരും. മോളെ പാഷമാരിപ്പൊക്കെ കേട്ടോ കണ്ടറിയാൻ രസമായിക്കട്ടെ. ആഞ്ഞസ്ഥാനം പെനിയൽ ചർച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും എനിക്ക് വേണ്ട സഭയാണ്. ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ പലപ്പോഴും കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ വിവാഹം കഴിപ്പാനൊക്കെ ആക്കേണ്ട അച്ചാനക്കൂടുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്, സമയത്ത് തന്നെ നിർത്താനാ. മാത്രമല്ല, അനുവിൻ്റെ പിതാവിൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു ഇത്ര മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞു. അത്ര മണിക്ക് തന്നെ ഞങ്ങൾ നിർത്താൻ നോക്കും. ചില പറയും ബന്ധുക്കോസുകാരുടെ കല്യാണത്തിൽ എപ്പം നിർത്തുമെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ സമയത്താണ് നിർത്തുന്നത്. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് വിവാഹം. അതുകൊണ്ടല്ലോ പറഞ്ഞ മനുഷ്യൻ ഏകനായിരിക്കുന്നത്. കർത്താൻ്റെ ദാസൻ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർച്ചു. ആദാമിനെ എടുത്ത മണ്ണിൽ നിന്നാണ്, അല്ലേ ചാ? മണ്ണിൽ നിന്നെടുത്ത അവനെ ജീവനുള്ള ദേഹിയായി തീർന്നപ്പോൾ അവനാദ്യം കണ്ടത് അവനെ സൃഷ്ടിച്ച ദൈവത്തെയാണ്. മക്കളെ, സമ്പത്ത് എത്ര കിട്ടിയാലും സാവനുള്ള ഭാര്യയെ കിട്ടിയാലും ഒക്കെ ആവശ്യമാണെങ്കിലും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ഈ ബന്ധുക്കോസയുടെ കൂട്ടായ്മയ്ക്ക് നമ്മളെ വന്ന് ചടങ്ങിന് വന്നല്ല സ്തോത്രം പറഞ്ഞിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് മാത്രം സ്തോത്രം. ഈ പല പറഞ്ഞ് ഞാൻ കേട്ടോണ്ട് ഇന്നത്തെ വിവാഹ ശുശ്രൂഷ ഞങ്ങൾക്ക് ഒത്തിരി മാറ്റം വന്ന് പറയും. അങ്ങനെ മാറ്റം വരണം. അപ്പോൾ മോനെ ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണം? രണ്ടാമത് വായിക്കുന്നത് ആദാമിനെ ഉറക്കിയിട്ട് വാരിയലിലൊന്ന് എടുത്തതല്ലേ? വാരിയലിലൊന്ന് എടുത്തു. അവനും അവളും ജീവനുള്ള ദേഹിയായി തീർന്നപ്പോൾ അവളും കണ്ടത് ആദ്യം ആരെയും അവനെ സൃഷ്ടിച്ച ദൈവത്തെ. മക്കളെ, ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. മുന്നമേ അവൻ്റെ രാജ്യവും നീ അതോടൊക്കെ തരുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്തായിക്കട്ടെ. ഇനി ഒരു കാര്യം പറയാം. താൻ ദാസൻ ഓർപ്പിച്ചല്ലോ, ആദാമിനെ എടുത്ത മണ്ണിൽ നിന്നാണ്, ഹവ്വായെ എടുത്ത് എവിടുന്നാ? ഉറക്കെ പറ. എല്ലിൽ നിന്നാണ്. സഹോദരന്മാരും പിണങ്ങരുത്. ഈ മണ്ണിനൊരു ഗുണമുണ്ട്. ഈ എരമത്തൂരെ മണ്ണും ആഞ്ഞത്താനത്തെ മണ്ണും മാവേലിക്കര മണ്ണും എടത്തുവായ മണ്ണും പല സൈസാണ്, അല്ലേ ചാ? പക്ഷെ മണ്ണൊരു ഗുണമുണ്ട്. വെള്ളത്തിലിട്ടാൽ ഉടനെ എന്ത് ചെയ്യും? കേൾക്കുമോ? എന്ത് ചെയ്യും? എന്നാൽ എല്ലിനൊരു കുഴപ്പമുണ്ട്. 40 വർഷം വെള്ളത്തിൽ കിടന്നാലും എല്ലായിട്ട് കിടക്കത്തേ ഉള്ളൂ. മക്കളെ, ഇവരെ കീഴടക്കാൻ കഴിയത്തില്ല. എല്ലാം കീഴടക്കാൻ ദൈവത്തിന് കഴിയും. അത് മക്കളെ വളരെ ശ്രദ്ധിച്ച് വേണം കാര്യം ക്രമീകരിപ്പാൻ. ദൈവം നിങ്ങളെ സഹായിക്കും. അടുത്ത് വായിക്കുന്ന കടപ്പാടുകളെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞ് നിർത്താനായിട്ട് ആഗ്രഹിക്കുക. കടപ്പാട് കർത്താൻ്റെ ദാസൻ ഓർപ്പിച്ചെങ്കിലും നിങ്ങളൊന്ന് ഓർപ്പിക്കേണ്ട ആവശ്യമായ കടപ്പാട്. ഭർത്താവിൻ്റെ കടപ്പാട്, ഭാര്യയുടെ കടപ്പാട് ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ മോൻ്റെ കടപ്പാടാണ് കേട്ടോ. എപ്പിഎസ് ലേഖനം
5-ാമത്തെ 22 വാക്യം വായിക്കുമ്പോൾ പ്രത്യേകം കാണാൻ സാധിക്കും. അവിടെ വായിക്കുന്നത് ഭർത്താക്കന്മാർ ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. മുൻ ചിരിച്ചുകൊണ്ടിരിക്കണം, ഒരു കുഴപ്പമില്ല. സ്നേഹിക്കണം. എങ്ങനെ ഇരിക്കണം? സ്വന്തം ശരീരത്തെ പോലെ. അതിന് കാര്യം പറഞ്ഞുതരാം. എന്തെങ്കിലും ഭാരമോ പ്രയാസമോ വന്നാൽ, ഈ കുടുംബജീവിതമല്ലോ എന്നും ഇതുപോലെ കോട്ടിട്ടിരിക്കത്തില്ല, എന്നും ഇതുപോലെ വെള്ളസാരി കൊടുത്തോണ്ട് എന്നും ഇരിക്കത്തില്ല. മാറ്റമൊക്കെ വരും. എന്ത് മാറ്റം വന്നാലും ഒരു കാര്യം നിങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കണമേ. ഭവ്യമായ എന്തെല്ലാം ഞെരുക്കം വന്നാലും ഭാരങ്ങൾ വന്നാലും നമ്മളെല്ലാവരും ഒരു കാര്യം ചിന്തിക്കണം. എന്നെ വിളിച്ച വിശ്വസ്തനായ ദൈവമായതുകൊണ്ട് എന്നെ നടത്തുന്ന ദൈവകൃപകൾക്കായി ദൈവത്തെ മൗത്തിച്ച് വായിക്കണം. ഭാര്യമാരെ എന്ത് ചെയ്യണം മക്കളെ? സ്നേഹിക്കണം. രണ്ടാമത് പറഞ്ഞു പോറ്റി പുലർത്തണം. ഈ ചിലത് വിവാഹം ആലോചിക്കുമ്പോൾ വീട്ടിലായിരിക്കും പെണ്ണിന് ജോലിയുണ്ടോ, നെയ്സാണോ, UK-യിലാണോ, ഏറ്റവും നല്ലതാണ്. മക്കളെ ഒന്നുമില്ലേലും തൻ്റെ അടുത്തോട് പറയണം, നിന്നെ പോറ്റി പുലർത്താനുള്ള കഴിവ് എനിക്കുണ്ട്. സ്വോത്രം പോലെ നമുക്ക് പോറ്റി പുലർത്തണം. ജോലിയുണ്ട്, ചെയ്തു, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിലും ഓരോ ദിവസവും പട്ടിണിയില്ലാതെ നടത്തുന്ന വഴികൾക്ക് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ എത്ര ഉയർന്നാലും കോടീശ്വരന്മാരായാലും ചില പാഴ്ശ്വർക്ക് 2 കാറ് 3 കാറ് ഒക്കെ ഉണ്ട്, ഒക്കെ അയക്കാലും വന്ന വഴി മറക്കാത്ത ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത ദൈവത്തെ. അതാണ് എനിക്ക് പറയാനുള്ളൂ. ഞാൻ എവിടെ പോയാലും എനിക്ക് പ്രസംഗമല്ല കാര്യം, എൻ്റെ അനുഭവമാണ്. ഒത്തിരി കട്ടൽ പ്രയാസക്കൂടെയും ഞെരുക്ക് ജീവിച്ച വ്യക്തിയാണ് ഞാൻ. എന്നെ പ്രസവിച്ച് 9 മാസം എൻ്റെ അമ്മ മരിച്ചതാണ്. അമ്മ ഞാൻ കണ്ടിട്ടില്ല. ഒത്തിരി കട്ടലും ഞെരുക്ക്. എൻ്റെ പിതാവ് മരിക്കുമ്പോൾ 95 വയസ്സുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ വിഷയം ഭാരങ്ങളെ പ്രയാസമൊക്കെ ജീവിതത്തിൽ മക്കളെ പതറണ്ട. വിളിച്ചയം വിശ്വസ്താണ്ടി നടത്താൻ ദൈവം ശക്തനായി ക്രിസ്തുവിൽ. അതിൻ്റെ മക്കളെ പോറ്റി പുലർത്തും. ഈ പോറ്റി പുലർത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ എടുക്കണ്ട. എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ 4-ാം ഭാഗത്ത് വായിക്കുന്നു, വിവാഹം എല്ലാവർക്കും മാന്യം, വാഴ കിടക്ക നിർമ്മലമായിക്കട്ടെ, ദുർനടപ്പുകാരെയും വ്യഭിചാരം അർത്ഥാനം പറയുന്നു. നിങ്ങളുടെ നടപ്പ് എങ്ങനത്തെ അയക്കണം? ദ്രവ്യാഗ്രഹം ഇല്ലാതിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് ഈ ചില കല്യാണം കഴിച്ച ഉടനെ ഭാര്യമാരെ അങ്ങ് ബഹളം ഉണ്ടാക്കും. എന്താ പറയുക, എടി നിൻ്റെ വീട്ടിൽ എന്തോ ഉണ്ടടി, ആ സ്വത്തിൻ്റെ പാതി എനിക്ക് തരാൻ പറയടി, ആ റബ്ബർ തോട്ടം എനിക്ക് തരാൻ പറയടി. ഇങ്ങനെ പറഞ്ഞ കുഞ്ഞല്ലേ ഞങ്ങളുടെ കുഞ്ഞ്. തോന്നിയിരുന്നത് ഒന്നും തന്നില്ലേലും, ഭാര്യ വീട്ടിലെ ഒന്നും കിട്ടില്ലേലും എന്നെ നടത്താൻ ദൈവത്തിന് ശക്തി ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ വായിക്കുന്നത് നിങ്ങളുടെ നടപ്പ് ദൈവമില്ല. ഉള്ളത് കൊണ്ട് മക്കളെ കത്തിയണം. ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. ഇപ്പം മോനോട് പറയാച്ചാ എനിക്ക് എൻ്റെ കടയിലൊന്ന് പോകണം. എന്തിനാടി? എനിക്ക് 2-3 ചുടിദാർ എടുക്കണം, എടുത്ത് കൊടുക്കണം മോനെ കേട്ടോ. അപ്പം കൊടുത്തപ്പോൾ എത്ര അടിയായി? ഒന്ന് 1500-ൻ്റെയും, ഒന്ന് 2000-ൻ്റെയും, ഒന്ന് 3000-ൻ്റെ. എൻ്റെ കൂട്ടുകാരെ അങ്ങനെ ഇടുമ്പോൾ മോൻ പറഞ്ഞപ്പോൾ മോൻ പോയി അവൻ കൊടുത്തത് 900-ൻ്റെയും 600-ൻ്റെയും 700-ൻ്റെയാണ്. ഉടനെ പറയുകയാണ്, ഇങ്ങനെ അറിഞ്ഞില്ല പറയില്ല മോളെ. അച്ഛാ അത് മതി, അത് മതിയെന്നുള്ള ഉള്ള സാഹചര്യം. നിങ്ങൾക്ക് എന്തോ വരുവാനുണ്ട് മക്കളെ, അതനുസരിച്ച് ജീവിപ്പാൻ എന്ത് ചെയ്യണം എന്നാണ് അവിടെ വായിക്കുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ഞാൻ നിങ്ങളെ ഒരു നാൾ ഉറപ്പുള്ള ദൈവമക്കൾക്ക്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈ വിടത്ത് ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവരും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആകയാൽ കർത്താവ് എനിക്ക് തുണ. മനുഷ്യർ എന്നോട് എന്തു നമുക്ക് ധൈര്യത്തോട് പറയാം. ആരെല്ലാം കൈവിട്ടാലും കർത്താവ് എനിക്ക് തുണയുണ്ട് ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തുതിച്ചാട്ടെ. അതാണ് ദൈവമക്കളെ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. പോറ്റി പുലർത്തണം. 3-ാമത് പറഞ്ഞത് ഭാര്യമാരെ ബഹുമാനിക്കണം കേട്ടോ. ഇവിടെ സേട്ട ദേവദാസമായിട്ട് മാത്രമേ ഞാൻ പറയുന്നത്. വല്ല പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റാണ്ട് എന്നോട് ക്ഷമിക്കണമേ. 3-ാമത് പറഞ്ഞിരിക്കുന്നത് ബഹുമാനിക്കണം. എന്താ മക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പം ഒരു സ്ഥലത്തിരിക്കുക, അക്സ ഇങ്ങോട്ട് വരുമ്പോൾ എഴുന്നേറ്റ് എന്ന് പറയാം. ഇരുനാട്ടിൽ പറയുന്നതല്ല ബഹുമാനം. എന്താ ബഹുമാനം എന്നറിയോ? 4 പേരുടെ മുമ്പ് വെച്ച് അക്സയെ ചെറുതാക്കരുത് കേട്ടോ. സ്വോത്രം പോകരുത്. ചിലരൊക്കെ സ്വോത്രം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടോ, നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടോ, നിങ്ങൾക്ക് പാടാനറിയാമെന്നൊക്കെ ഒന്നും പറയില്ലേ. മോനൊരു പാട്ട് പറഞ്ഞു, എൻ്റെ അച്ചായോ ഈണമില്ല, അതിന് രീതിയില്ലായിരുന്നു, പക്ഷെ പാടി പറയാം മനോഹരമായ പാട്ട്. ബഹുമാനിക്കണം. എന്ത് ചെയ്യുന്നത്? ഒരു മീൻ കറി വെച്ചു, ഒരു കറി വെച്ചു, നല്ല കറിയാണ്. കറി വെച്ചപ്പോൾ എരിയുമില്ല, ഉപ്പുമില്ല, പുളിയില്ല. എൻ്റെ അമ്മ ഇങ്ങനെ നല്ലടി വെക്കുന്നത് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കരുത്.
അമ്മ ചോദിച്ചു, അമ്മ ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ, അമ്മ ചോദിച്ചു എങ്ങനെയുണ്ട് മോനെ അവൾ വെച്ച കറി? എൻ്റെ അമ്മ ഇതുപോലെ നല്ല കറി ഞാൻ കൂട്ടിയിട്ടില്ല. അവിടെ ചില അമ്മമാർ പറയും എന്നാൽ അവൾ വെക്കുന്ന മാത്രം കൂട്ടിയാൽ മതി യോത്രൂ. ഞാൻ പറഞ്ഞു 10 ദിവസം മക്കളെ അത് ശരിയാവും, മനസ്സിലാക്കണം ദിവസത്. അപ്പം സ്നേഹിക്കണം, പോറ്റി പുലർത്തണം, എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഇനി ഭാര്യയുടെ കടപ്പാട് പെട്ടെന്ന് പറയാം മക്കളെ. ഭാര്യമാരുടെ കടപ്പാട് ഇത് ഒത്തിരി വിഷയം പറയാനുള്ള ഒരു സമയം കൊണ്ടോ മക്കളെ. നിങ്ങൾ പോയി എപ്പോഴും പോയി വായിക്കണം കേട്ടോ. നല്ല കുഞ്ഞ്, എനിക്കറിയാം മോനെ, എനിക്കറിയാം വായിക്കുന്നത്. ഭാര്യയുടെ കടപ്പാട് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. എന്ത് ചെയ്യണം? കർത്താദാസം ഓർപ്പിക്കല്ലോ, കീഴടക്കാനല്ല. ഈ ചില ഭർത്താക്കന്മാർ പറയും, ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തില്ല, ബന്ധിക്കോസില്ല. ഭർത്താക്കന്മാരെ ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് കർത്തമേശ പോലും കൊടുക്കരുത്, സ്വോത്രം പോലും വേണ്ടില്ല, ഒന്നും ചെയ്യണ്ട. പക്ഷേ അവൾ പറഞ്ഞ് കേൾക്കുന്നില്ല, കീഴ്പ്പെടുന്നില്ല. അതിൻ്റെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ പ്രയാസത്തെ ഈ വരുമ്പോഴെടുത്ത് തലയെ വെക്കരുത് കേട്ടോ മോനെ. ചില വരുമ്പോഴേ പൊന്നെ മോനെ മോളെ മുത്തി അച്ഛൻ വിളിച്ചാൽ പിന്നെ ഇവരെ തലയെ വെച്ച് ഇറക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നിർത്തേണ്ട സ്ഥാനത്ത് അങ്ങ് നിർത്തി. അച്ഛയെ മോളെ അച്ഛനൊക്കെ വിളിച്ചു, പക്ഷേ നിർത്തുന്ന സ്ഥാനത്ത് മാത്രമേ അങ്ങനെ നിർത്തിയാണുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. എന്നല്ലെങ്കിൽ പിന്നെ താത്ത് വെക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ആ കാര്യം വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണമെന്ന് തീരുമാനിക്കുന്നത്. കീഴടങ്ങണം. രണ്ടാമത് ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം. എന്ത് ചെയ്യണം? അതൊന്നും ഇവിടെ പറഞ്ഞ കാര്യമില്ല. താൻ്റെ ആസ്മാരൊക്കെ ജയിക്കാഞ്ഞ് താൻ സഭയിൽ വചനം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇത് സ്തോത്രം. എങ്കിലും ഒന്ന് ഓർപ്പിക്കേണ്ട ആവശ്യം മക്കളെ. എന്ത് ചെയ്യണം? എങ്ങനെ? ക്രിസ്തുവിൽ നമ്മൾ അനുസരിക്കുക. അതിനൊരു അനുസരണത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇപ്പോഴേ അനു പറയാണ്, എടീ എൻ്റെ ബർത്ത്ഡേ ആണ് ഞായറാഴ്ച, അണ്ട് ഈ ആഴ്ച നമുക്ക് സഭായത്തിന് പോകണ്ട, പെനിയയിലും പോകണ്ട, എരുമത്തിനും കൂടണ്ട, നമുക്ക് ഹോട്ടലിൽ പോയി നല്ലൊരു ഷാപ്പാട് അഴിക്കാൻ പറഞ്ഞാൽ അച്ഛ പറയാണ്. ഞാനും ഓർത്തോണ്ട് ചോദിച്ചാൽ മിണ്ടിപ്പോരുത് കേട്ടോ. മോളെന്ന് പറഞ്ഞു, അച്ഛാ ഹോട്ടലിൽ പോകാം, ആഹാരം കഴിക്കാം, പക്ഷേ ആരാധന കഴിഞ്ഞിട്ട് മാത്രം മതി എന്ന് പറയുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ, അതാണ് ദൈവം എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നു. കർത്താദാസൻ വിൽസമത്തായി ചോദിച്ചു, അവരെ കാണുന്നില്ലല്ലോ. ഈ സിജേഷ് പറഞ്ഞു അവരെ കാണുന്നില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു അവരെ ഹോട്ടലിൽ പോയിരിക്കുക, ഇന്ന് ആരാധനയ്ക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു. അമ്മയും പറഞ്ഞു മക്കളെ പോക്കോളാൻ പറഞ്ഞു കേട്ടോ. എവിടെ പോകണം? ആരാധന കഴിഞ്ഞ് മതി. അതോർത്ത് ദൈവത്തെ മഹത്വീകരിക്കുന്നു. മക്കളെ ഒരു കാര്യം ഓർമ്മ പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അനുസരിക്കണം, കീഴ്പ്പെടണം. മൂന്നാമത് ഭയപ്പെടണം. എന്ത് ചെയ്യണം? ഭർത്താക്കന്മാരെ എന്ത് ചെയ്യണം? ഭയപ്പെടാന്ന് വെച്ചാൽ എന്തുവാ? പുലി വരുന്നത് കടുവ വരുന്നതെന്നൊന്നുമല്ല. ഈ ചില നമ്മുടെ കൂട്ടത്തിൽ കാണത്തില്ല. ഞാനൊരു പ്രാവശ്യം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ സാമാണോ ചോദിച്ചു. സാറിനെ ഞാൻ വിളിച്ചത് ബഹുമാനിക്കല്ലോ. ഉടനെ സഹോദരൻ വന്നു, ആരാ സാമാണോ? ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവ് സാമാണോ? അപ്പോഴാണ് എനിക്ക് ഭർത്താവിനെ വിളിക്കുക പേര്. മക്കളെ ആയിസി വിളിക്കരുത് കേട്ടോ. യജമാനെ വിളിച്ചില്ലേലും ഭർത്താക്കന്മാരെ പേര് വിളിപ്പാൻ. പിന്നെ ഒരു കൺജഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജയകുലൻ സാർ അച്ഛനൊക്കെ പറഞ്ഞോളൂ. എങ്ങനെ അറിയോ? ഭർത്താക്കന്മാരെക്കാട്ടും കൊണ്ട് പ്രായമുണ്ട് പേര് വിളിച്ചു. എന്നാലും വിളിക്കാൻ പാടില്ല. സജാനിൽ പാഷ പറഞ്ഞ് ഇങ്ങനായി ദൈവത്തെ സ്തുതി ചെയ്ത് വയ്ക്കുന്നത് കഴിപ്പണം, അനുസരിക്കണം. ഇനി വേറെ കടപ്പാട് പറയാൻ പോവാം. കടപ്പാട് നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് മക്കളെ നിങ്ങൾക്ക് രണ്ടുപേരും കടപ്പാടുണ്ട് കേട്ടോ. പിതാവില്ലാതെ അമ്മ വളർത്തി. അമ്മ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് കാണട്ടെ. എല്ലാവരും അങ്ങോട്ട് നിന്ന്. ഇതാണ് ഞങ്ങളുടെ അനുവിൻ്റെ മോൻ്റെ അമ്മ. ഇരുന്നാട്ടെ. അക്ഷര മാതാവും പിതാവും ഉണ്ടല്ലോ, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന്. അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് നിന്നാട്ടെ. മതി, ഇരുന്നു. നിങ്ങളെല്ലാം കണ്ടതാ. എന്നാലും നിങ്ങളെ ഇന്ന് ഈ വേദി കൊണ്ടുവരാൻ നിങ്ങളുടെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല. ഈ മാതാപിതാക്കന്മാരുടെ ശുശ്രൂഷയും സംരക്ഷണവും പ്രാർത്ഥനയാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നത്. വളരെ അവിടെ കടപ്പാടുണ്ട്. വേണം അനുമോന് വലിയ കടപ്പാടുണ്ട്. മമ്മിക്ക് കൊടുക്കേണ്ട എല്ലാ സഹോദരിമാർക്കും കൊടുക്കേണ്ടതൊക്കെ എന്ത് ചെയ്യണം? കൊടുത്തോണം. അത് ഞാൻ പറയാം. 2000 രൂപ ആയപ്പോൾ എല്ലാ മാസം അമ്മയ്ക്ക് കൊടുക്കുക. ഞാൻ കണക്ക് പറയാം, ക്ഷമിക്കണേ, എനിക്കറിയത്തില്ല. 2000 രൂപ അവർക്ക് കൊടുക്കും വെച്ചു. കല്യാണം കഴിഞ്ഞാൽ 2500 ആക്കിക്കോണം. 2000 എന്നുള്ളത് 1500 ആക്കിയാൽ ഉടനെ അമ്മ പറയും, വന്നപ്പോഴേ അവനെ കയ്യിലെടുത്തടി. ഇങ്ങോട്ട് 2000 എത്ര ആയി? 1500 ആയി. ഈ കൊച്ചുമെല്ലാം കേൾക്കുന്നത്. അതുകൊണ്ട് മക്കളെ 2500 കൊടുത്തോണം കേട്ടോ.
കടപ്പാടുണ്ട്, സഹോദരന്മാരോടും കടപ്പാടുണ്ട്. ഇനി അക്സയുടെ മാതാപിതാക്കന്മാരോടും നമുക്ക് കടപ്പാടുണ്ട് കേട്ടോ. അക്സ ജോലിയൊക്കെ ഉണ്ട്, ഒരു ജോലിയൊക്കെ കിട്ടി, ചില പൈസയൊക്കെ അപ്പനും അമ്മയ്ക്ക് അയച്ചു കൊടുത്തപ്പോൾ അനു ചോദിച്ചു, ആർക്ക് കൊടുത്തരി? അപ്പൻ എന്നോട് ചോദിച്ചാൽ എന്തെങ്കിലും കൊടുക്കണേ? ചോദിക്കണ്ട കേട്ടോ, കൊടുക്കണ്ട, ചോദിക്കണം, ഒരു കുഴപ്പമില്ല. അനു വെള്ളം ഉണ്ടാക്കുന്ന ആളുമല്ല, കൊടുക്കണം, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം പറയാം മോളെ, അനുവിൻ്റെ മാതാവിനെയും മോടെ അമ്മച്ചി അപ്പനെയും ഒരുപോലെ ഒരേ കണ്ണുകൊണ്ട് കാണണം കേട്ടോ. ഇനി നിങ്ങളുടെ അല്ല, നമ്മുടേതാണ്. അത് ഞാൻ ശരി പറഞ്ഞുതരാം. മോളിനോട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ അനുവിൻ്റെ അമ്മയെ വിളിച്ചു, അമ്മച്ചിയെ 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 അമ്മച്ചിയെ, എന്തുകൊണ്ട് അമ്മച്ചി വിശേഷം? അമ്മച്ചിക്ക് എന്താ വേണം? ചായ വേണോ, കാപ്പി വേണോ, മധുരം ഇടും അമ്മച്ചി? അമ്മച്ചി തുണി തേക്കാന്ന് പറഞ്ഞു. അമ്മച്ചി ഞാൻ തുണി തേച്ചോളാം. 10 ദിവസം പറയുമ്പോൾ അമ്മച്ചിയെ കയ്യിലെടുത്തോണം കേട്ടോ. അമ്മച്ചിയെ കയ്യിലെടുത്താൽ അനു എൻ്റെ അമ്മ പറയും, എടാ നിന്നേക്കാട്ടും നല്ലടാ എൻ്റെ മോള്. സ്വോത്രം പോകരുത്, ഇത് പറയാനുണ്ട്, ഞാൻ നിർത്താൻ പോവാ. അതുപോലെ മോനും കേൾക്കണം. അവിടെ ചെല്ലുമ്പോൾ പപ്പായ എന്തുകൊണ്ട് സ്ഥാപിച്ച, പപ്പായ എന്തുകൊണ്ട്, മമ്മി എന്തുകൊണ്ടൊക്കെ ചോദിച്ച് നമുക്ക് കടയിൽ വരെ പോവാ, ഇച്ചിരി തുണിയൊക്കെ എടുക്കാം, നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ അവരും പറയും, ഞങ്ങൾക്ക് വന്ന മോൻ നല്ല മോനാ. അതിനുള്ള കൃപകൾക്കായി ദൈവത്തിന് കടപ്പാടുണ്ട്. ഇനി നിങ്ങൾ സഭയെക്കുറിച്ച് കടപ്പാടുണ്ട്. മക്കളെ സഭയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുണ്ട്? ലഭിക്കുന്ന നന്മയുടെ ഭാഗം ഇപ്പം നമ്മുടെ സഭയിലെല്ലാം ഈ ശമ്പളമാക്കിയേക്കുവാണല്ലോ. അതുകൊണ്ട് പാസ്റ്റർമാർക്ക് ഗുണമാണ്, ഒന്നും അവിടെ കൈ കൊടുക്കുന്നു. മക്കളെ എത്ര ശമ്പളം ഉണ്ടെങ്കിലും ദേവദാസന്മാരുടെ കയ്യിൽ അല്പം കൊടുക്കണം. സ്വോത്രം പോയാലും വേണ്ടിയില്ല. അവരൊന്ന് സ്വോത്രം പറഞ്ഞാൽ പറ അല്ലേ വെച്ചാ അതിനൊരു വിജയമാണ്. അതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ പറഞ്ഞത് അനുഗ്രഹമാണ്. അത് ശമ്പളം കൊടുത്തു കൈ നിങ്ങൾക്ക് ദശാംശം കറക്റ്റായിട്ട് ദൈവസഭയിൽ കൊടുത്ത് ദൈവം നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം? കൊടുത്തില്ലെങ്കിലും അനുജാ ദശാംശം കൊടുത്തോ, ഈ മാസം കൊടുത്തില്ലടി, കൊടുത്തത് മധ്യന് മോള് പറയണം കേട്ടോ. അങ്ങനെ എനിക്ക് പലരും അറിയാം. ചില കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. പിന്നെ അടുത്ത മാസമായിട്ട് കറണ്ട് ചാർജ് അടച്ചില്ല, ടെലിഫോൺ ബില്ല് അടച്ചില്ല, അടച്ചില്ല, ഈ പ്രാവശ്യം എല്ലാം ഒഴിയുന്നത് ദൈവദാസനുള്ള മാസമാർക്കുള്ളത്. ഉടനെ മോള് പറഞ്ഞു അത് കൊടുത്തിട്ടും മതിയെന്ന് പറയുന്ന ദൈവകൃപകൾക്കായി ദൈവത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം ഞങ്ങളെ നടത്തിയ വഴികൾക്കായി സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് 17-ാമത്തെ വയസ്സ് ഇറങ്ങിയപ്പോൾ 13 രൂപ ഉടുപ്പും ഒരു ഒറ്റ മുണ്ടുമായിട്ട് 3 കൊല്ലം ജീവിച്ചവനാണ് ഞാൻ. സ്തോത്രം. എന്നും അത് ജീവിക്കുന്നില്ല, പക്ഷേ എത്ര വന്നാലും അത് എൻ്റെ ഓർമ്മയിൽ ഇരുന്നുള്ളതിനായത് മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കടപ്പാടുണ്ട്. ഇനി പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത് മക്കളെ. എന്താ പറഞ്ഞാൽ എന്തറിയോ, എന്ത് ജോലി ഉണ്ടെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യുക? മുടക്കം വരും. അത് 10 സ്ത്രീജനം ബലഹീന പാത്രമൊന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് ബഹുമാനം കൂടി പറയുന്നു, പ്രാർത്ഥന മുടക്കരുത്. ഞാൻ വിളിച്ചപ്പോൾ ഭാര്യമാരോട് പറഞ്ഞേക്കുക പ്രാർത്ഥന ഓർക്കുക. പക്ഷേ ഭർത്താക്കന്മാർ അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഈ എന്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ആരുടെയും കുടുംബം ചെയ്ത മാലാഖ്യമൊന്നുമല്ല. ഞാനും കൈ പൊക്കിക്കുന്നില്ല, എനിക്കും കൈ പൊക്കാൻ പറ്റത്തില്ല. അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു കുടുംബം ചെയ്തതുണ്ടോ വെച്ചാൽ എല്ലാവരും ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നിരിക്കും. എന്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായ പിന്നെ ഭർത്താക്കന്മാർക്ക് ഗുണമുണ്ട്, അവർ ഇച്ചിലൂടെ മനക്കട്ടിയുള്ള ആലോചിക്കൊണ്ട് പിന്നെ പ്രാർത്ഥിക്കത്തില്ല. എന്നാൽ ഭാര്യമാർക്ക് ഗുണമുണ്ട്, എത്ര ബഹളം ഉണ്ടാക്കിയാലും വഴക്കുണ്ടാക്കിയാലും അത്താഴം ഉണ്ടിലും പട്ടിണി കിടന്നാലും പ്രാർത്ഥന മുടക്കത്തില്ല, ഒരു ഗുണവുമില്ല. അതുകൊണ്ട് പ്രാർത്ഥന കടന്നെങ്കിൽ എൻ്റെ ഹൃദയത്തെ അകൃത്യം കരുതി യഹോവയുടെ പ്രാർത്ഥന പരസ്പരം സ്നേഹിക്കും സഹിച്ചു പോകാൻ ഇടയാക്കണം. അങ്ങനെ എല്ലാ നിലയിലും പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. ദൈവവചന ധ്യാനത്തിനും നിങ്ങൾക്ക് മുടക്കം വരാതിരിക്കുന്ന ദൈവകൃപക്കായി നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കും. സന്തോഷവും സമാധാനവും തരുന്ന ദൈവകൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ച് എൻ്റെ ദൈവത്തെ മഹത്വീകരിക്കുന്നു. പ്രത്യേകം ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നു. സജിതാൻ്റെ പക്ഷെ നോക്കുന്നുണ്ട്. ഈ മർമ്മം വരിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത് അത്ര പറയുന്നത്. ദൈവമക്കളെ ഇങ്ങനെ വിവാഹം കാണുമ്പോൾ ഞങ്ങളുടെ സന്തോഷം ഈ കല്യാണം മുന്നിട്ട് പോകുന്നതല്ല. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ കർത്താവ് വരാറായി. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചേ. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ പറ. ഇന്നത്തെ മണവാളൻ അനു കർത്താവിന് മണവാട്ടിന് സാധിച്ചു. ഇന്നത്തെ അക്സമോള് അത് മണവാട്ടിക്ക് സാധിച്ചു. എന്തയോ അതുകൊണ്ടാണ് ഞങ്ങളെ ഈ 45-ാം സങ്കീർത്തനമല്ല വായിക്കുന്നത്. ഞങ്ങൾ വായിക്കുന്നത് 1-13 അധ്യായം. നിലക്ക് 45-ാം സങ്കീർത്തനം വായിക്കുന്നത് പൊൻ കസവുള്ള പശുവെ അതൊക്കെ പറയുമ്പോഴേക്കും ചെല്ലാം ആത്മ ഉണർവ് കയറും. പക്ഷേ ഒരൊറ്റ കാര്യം, സ്നേഹമാണ് ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന മക്കളെ. ദൈവം നീ കൈനൊഴുക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരുവാൻ
സമയമായി ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താതാൻ ഗംഭീരനാഥത്തോടും പാട്ടനും കർത്താതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ കാലം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഞങ്ങളുടെ പ്രത്യാശത ഇനി അല്പകാലം നമ്മുടെ കർത്താവ് വരും, നമ്മളെ സഭയ്ക്ക്. ഞാൻ പറയും, നമ്മുടെ ശുശ്രൂഷയൊക്കെ അവസാനത്തിൽ കർത്താൻ്റെ വരവിനെക്കുറിച്ച് നിർത്തുന്ന ദൈവകൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ കുടുംബം ദൈവം അനുഗ്രഹവും ധന്യമായി തീരുമാനട്ടെ. മകളെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തമായ നന്മകൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, മോൻ അറിയാത്ത ഒരു സമ്പത്ത് മോക്കും വേണ്ട, മോൾ അറിയാത്ത സമ്പത്ത് മോനും വേണ്ട കേട്ടോ. പരസ്പര സഹായത്തോടും പരസ്പരമായിട്ടുള്ള ബന്ധത്തിൽ വേണം കാര്യം ക്രമീകരിപ്പാൻ. അതിലവർക്ക് കൃപകൾക്കായി സ്തോത്രം. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പാട്ടോ പാടി ദൈവത്തെ സ്തുതിക്കാം. ആരും പുറത്ത് പോകണ്ട, ഞാൻ സമയത്ത് നിർത്തും. നിങ്ങൾ നോക്കിക്കൊണ്ട് എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്. രാജാൻ പറഞ്ഞേക്കുന്നതും ശ്രീഭാഷ പറഞ്ഞ 12:30 ആശ്വാസം പറയുന്നതാണ്. അതിനുമുമ്പ് നിർത്താനാണ് ഞങ്ങൾ നോക്കുന്നത്. എനിക്ക് ഞാനൊരു കാര്യം നിങ്ങളോടെല്ലാം പറയാം. ഞാൻ വണ്ടി ഓടിക്കുന്നതല്ല. ഇപ്പോഴും ഞാൻ ജോർജ് ജോസ് ഭാഷ കൂടെ വന്ന് സജിദാൻ ഭാഷയൊക്കെ എന്നെ വരത് കൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, പക്ഷെ ബ്രേക്ക് ചവിട്ടാനറിയാം. പറഞ്ഞ സമയത്ത് ചവിട്ടിയിരിക്കും, പേടിക്കേണ്ട, ദൈവം സഹായിക്കും. ഇപ്പം ഗായസം പാട്ടും എല്ലാം കേട്ടിരുന്ന് കൂടെ നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അറിയാവുന്ന പാട്ട് പാടി ദൈവത്തെ മഹത്കരിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അതിന് ശേഷമായിട്ട് കർത്താവ് ദാസൻ ജോയ് വർഗീസ് മുമ്പോട്ട് വന്ന് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജോയ് വർഗീസ് മുമ്പോട്ട് വരണം.